കോഴിക്കോട് മുക്കത്ത് മന്തിക്ക് ബെറ്റ് വെച്ച് വെള്ളത്തിൽ ചാടിയ വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തി. നീന്തി പകുതിയിൽ അവശനായ വിദ്യാർത്ഥിയെ രക്ഷിച്ചത് മുക്കം ദിയ ഗോൾഡിലെ ജീവനക്കാർ. വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, സമീപകാലത്തായി ഇൻസ്റ്റഗ്രാമിൽ ഇത്തരം മത്സരങ്ങളും അല്ലെങ്കിൽ വാതുവെപ്പുകളും ഒക്കെ കാണാറുണ്ട്. പക്ഷേ ഇത്ര കണ്ട് മഴ പെയ്യുന്ന, ഇത്ര കണ്ട് മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം ഈ കുട്ടി ചെയ്യുന്നത്. ആളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? ആരോഗ്യനില എങ്ങനെയാണ്? അഖില, തീർച്ചയായും പറഞ്ഞതുപോലെ തന്നെയാണ്. ഇത് ഇൻസ്റ്റാഗ്രാമിലെ ഇത്തരത്തിലുള്ള അപകടകരമായ മത്സരങ്ങൾക്ക് കൂടി പ്രേരകമാകുന്നതാണ് ഇത്തരം വീഡിയോസ്. കുഴിമന്തി കഴിക്കാൻ എന്ന രീതിയിൽ വാതുവെച്ച ശേഷമാണ് ഈ കുട്ടി, ഈ മുക്കത്തെ ഒരു ഗ്രൗണ്ടാണത്, അത് വെള്ളം നിറഞ്ഞ് 2 മീറ്ററിലധികം വെള്ളം നിറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ഗ്രൗണ്ടിലേക്ക് ചാടി അവിടുത്തെ ഗോൾ പോസ്റ്റ് തൊട്ട് തിരികെ വരിക എന്ന ഒരു തീരുമാനം അറിയിക്കുന്നത്. തുടർന്നാണ് ഈ കുട്ടി ആവേശത്തിൽ ചാടുന്നത്. ഈ ആവേശം, ഈ വലിയ ശക്തമായ മഴയാണ്. ഈ മഴയത്ത് സ്വാഭാവികമായും അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതായത് ഈ കനത്ത മഴയിൽ കൈകാലുകളൊക്കെ തണുത്ത് വിറച്ചതോടെ നീന്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കുട്ടിയാവുകയാണ്. തുടർന്നാണ് രക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത്. തുടർന്ന് ആ സമീപത്തെ ജ്വല്ലറി ജീവനക്കാരെത്തുകയും ഈ കുട്ടിയെ ചാടി രക്ഷിക്കുകയും പിന്നീട് ടയറൊക്കെ ഉപയോഗിച്ചാണ് തീരത്തേക്ക് അടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രൗണ്ടിന്റെ അരികിലേക്ക് അടുപ്പിക്കുന്നത്. എന്നാലും ഇത്തരം അപകടകരമായ വാതുവെപ്പും ഇത്തരം എടുത്തുചാട്ടവും വലിയ തരത്തിലുള്ള ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇതൊക്കെ ഈ രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.